എല്ലാവർക്കും കൂടി ഹായ് പോ ഇന്നാണ് പോകുന്നത് സൊല്ലാൻ്റെ 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 67 ഇപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ചെൻഷൻ മാച്ചിനായിട്ട് വിളിക്കുന്ന ടാങ് സെറ്റ് മിങ്യു സെറ്റ് അവർ വരുന്ന ഓപ്പോസിറ്റ് വരുന്ന മിങ്യു സെറ്റ് അവരെ കണ്ട് ഈവൽ സോൾ മാസ്റ്റേഴ്സ് ആണല്ലോ എന്ന് ശവിച്ചു അവരുടെ രൂപം കോസ്റ്റ് രൂപത്തിലൊക്കെ ആണ് ഡാർക്ക് പവർ പോലെ കാണുന്നെങ്കിലും ഔറ ഈവിൾ സോൾ മാസ്റ്റേഴ്സ് ആയിട്ട് വരുന്നില്ല എന്നതാണ് വാങ്ഡോങ്. അപ്പോൾ ആരായാലും അടി എന്ന് പറയുന്നുണ്ട്. യു ഹാവ് കെയർഫുൾ ആകാനും പറയുന്നുണ്ട്. ഷിംഗ്ലി ഷൂട്ട് ചെയ്യാനോട് മ്യൂസിക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. അവരുടെ മാച്ച് തുടങ്ങി ആദ്യം പോകുന്നത് വാങ്ഡോങ് ആണ്. അവൾക്ക് നേരെ അറ്റാക്ക്, അവൾ തിരികെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ സ്പീഡിന് വന്ന് അടിച്ച് എങ്കിലും അവളൊരു സോൾ സ്കില്ല് ചെയ്യുന്നുണ്ട്, പ്രഷർ പോലെ മൂവ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ. അവൾ പറയുന്നുണ്ട് ഇത് പ്രഷർ യൂസ് ചെയ്യുക മാത്രമല്ല അവന്റെ സോൾ പവർ കൺസ്യൂം ചെയ്യും എന്ന് പറഞ്ഞ് ഹോത്തിയൻ ഹാമർ എടുത്തുകൊണ്ട് വരികയാണ്. അവിടെ ഉള്ളവര് ഷോക്ക്, കാരണം ഹോത്തിയൻ സെറ്റിന്റെ ആണല്ലോ, അവള് ഹോത്തിയൻ സെറ്റിലുള്ളതാണ് എന്ന് സംസാരമുണ്ട്. മെങ്ങ ഓൾറെഡി കഴിഞ്ഞ ടൂർണമെന്റിൽ ഇത് കണ്ടായിരുന്നു, നേരെ എടുത്തുകൊണ്ടൊന്ന് ഒറ്റയാട്ടി, അതിലവൻ തെറിച്ചുപോയി. ഷിംഗ്ലി അപ്പോൾ ഹോത്തിയൻ ഹാമർ ട്വിൻ മാർഷൽസോട് ടാങ് സെറ്റ് എല്ലാം പിന്നെ റിപ്പീറ്റ് ആവുന്നത് പോലെ വാങ്ടോങ് ജയിച്ചു. അടുത്തതായിട്ട് വേറൊരുത്തൻ വരുന്നത് അവന്റെ മാർഷൽസോള് പോയിസൺ ആയ ബാറ്റാണ്. അവളുടെ ഫൈറ്റ് തുടങ്ങി. അവന്റെ സംസാരം തന്നെ വേറൊരു രീതിയിലാണ്. അവളെ ട്രാപ്പ് ആകാൻ ഡൊമൈൻ പോലെ യൂസ് ചെയ്ത് അൾട്രാസൗണ്ട് കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് കണ്ടിട്ട് ലൈറ്റ് ബട്ടർഫ്ലൈ ഉപയോഗിച്ച് അതിൽ നിന്ന് മാറി ആ ബാറ്റെല്ലാം കത്തിപ്പോയി. എന്നാൽ പെട്ടെന്നാണ് പിറകെ വന്നിട്ട് മെന്റൽ അറ്റാക്ക് അവൾക്ക് കൊടുക്കുന്നത്. യു ഹാവ് കെയർഫുൾ പറഞ്ഞു എന്ന് അതിനു മുൻപ് കിട്ടി. അവളെ പിടിച്ചു എന്ന് മാത്രമല്ല കഴുത്തിൽ കടിച്ച് ബ്ലഡ് എടുക്കുകയും ചെയ്തു. യുഹാവ കണ്ട ഷോക്ക്, എന്നിട്ട് വിട്ടു. യുഹാവയ്ക്ക് വാങ്ഡോങ്ങിനെ ഉപദ്രവിച്ചത് കൊണ്ട് ആ ദേഷ്യം മുഖത്തുണ്ട്. എല്ലാവരും ചിരിയാണ്. എന്നാൽ അവന്റെ ചിരി പെട്ടെന്ന് മാറുകയാണ്. അവളുടെ ഓരോ ബ്ലഡ് അവനെ പൊള്ളലേൽപ്പിക്കാൻ തുടങ്ങി. അവന് മനസ്സിലായില്ല, പുറത്ത് മാത്രമല്ല അവ കുടിച്ച ബ്ലഡ് അകത്തായിരുന്നല്ലോ. ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇല്ലാതായി പോയി. അവൻ മയങ്ങി വീഴുവാണ്. അവനെ മാച്ചിൽ ഇനി അവന് തുടരാൻ കഴിയില്ല, അവൻ തോറ്റു. ഇതുകൊണ്ട് ദേഷ്യം വന്ന പെണ്ണ്, അവളാണ് ലീഡർ, അറ്റാക്ക് ചെയ്യാൻ വന്ന് യുഹാവ നോക്കി. എന്നാൽ മിസ്സായി. എല്ലാവരും വന്ന് ചെങ്ങ് എന്ന ഒരു ഷീൽഡ് വെച്ച് തടഞ്ഞു. ഇല്ലീഗലായിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കിയതിൽ അവളെ ഡിസ്ക്വാളിഫൈ ആക്കി. അവളുടെ ബ്രദറിനെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ഡെഡ് ആയിട്ടില്ല, എന്നാൽ നെറീഡിയൻസ് എല്ലാം ബ്രേക്കായി. ഇനി ഇതുപോലെ കാണിച്ച ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും എന്ന് പറയാണ്. യുഹാവനോട് വാണിംഗ് ചെയ്തു, എങ്കിലും അവന്റെ മനസ്സിലാകാത്ത ഒരു കാര്യം, അവന്റെ റിയാക്ഷൻ സ്പീഡ് ജംഗ്ഷനെ കാട്ടിയും കൂടുതലായിരുന്നു. ആ അതിശയമുണ്ട്. ഷൂട്ട് ചെയ്യുന്ന അവൻ എന്തു പറ്റി എന്ന് മനസ്സിലാകാതെ മെങ്ങിനോട് ചോദിക്കുന്നു. 10,000 വർഷങ്ങൾക്ക് മുൻപ് ടാങ് സെറ്റ് ഫേമസ് ആയിരുന്നത് പോയിസണിൽ കൂടിയായിരുന്നു, വെപ്പൺസിലല്ലാതെ. ടാങ് സെറ്റിലെ ഡിസിപ്ലിൻസും അവരുടെ ബ്ലഡും ഡെഡ്ലി പോയിസൺ ആണോ എന്നാണ് ഞാൻ പേടിക്കുന്നത്. ഷിങ് ആണെങ്കിൽ മനസ്സിൽ അവന്റെ മാർഷൽസോട് വാമ്പയർ ബാറ്റാണ്, എക്സ്ട്രീം പോയിസണിന്റെ കൂടെ പ്രൊട്ടക്ഷനും കൂടി കാണും. ഇത്ര അധികം ഇഞ്ചുറി ആക്കാൻ പറ്റുന്ന പോയിസൺ ഒന്നും അവളുടെ ഉള്ളിൽ വരില്ല. അവരുടെ ചെറിയ പോയിസൺ ബ്ലഡ് കൊണ്ടൊന്നും ഇങ്ങനെ ആകില്ല. വാങ്ടോക്കിന്റെ ബ്ലഡ് പോയിസൺ അല്ലെങ്കിൽ പിന്നെ ഇന്ന് എന്തോ ഒന്ന് ആലോചിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഷൗഷോയാണ് പോയി. അവൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ് യുഹാവ്. അവനോട് പറയുമ്പോൾ അവന് മനസ്സിലാവാത്തത് ആ നെറീഡിയൻസ് അത് ബ്രേക്ക് ആയത് എങ്ങനെയെന്നാണ്. അത് അവൾക്കും അറിയില്ല. അവളുടെ ആംഗിൾസ് ചെറുപ്പം മുതൽ ഒരുപാട് റെയർ ഹെർബൽസ് കഴിപ്പിച്ചു, അതുകൊണ്ടാകാം. ആരുടെ ബ്ലഡാണ്? ടാങ്സിന്റെ ആണല്ലോ. യുഹാവ് അപ്പോൾ മിങ്ങുവിലുള്ളവരെ മാക്സിമം ഇഞ്ചർഡ് ആക്കാനാണ് നോക്കുന്നത്. കഴിഞ്ഞ 2 പേര് വന്ന് മത്സരിച്ചപ്പോൾ തന്നെ മനസ്സിലായത് അങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് ഉപയോഗം ഇല്ലല്ലോ. എന്നാൽ ഉപയോഗം റിയു റോയൽ അക്കാഡമിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഒരേ ഗ്രൂപ്പിൽ തന്നെ ചേർത്തത്. അവരുടെ അതുപോലെ മിൻറ്റി സെക്റ്റിന്റെ ലക്ഷ്യം ടാങ് സെറ്റ് സ്ട്രക്കിന്റെ പവർ മാക്സിമം കാണിക്കുന്ന രീതിയിൽ അതിലൂടെ അവരെ വീക്കാക്കാനാണ്. കറക്റ്റ് കാര്യം കണ്ടുപിടിച്ചല്ലോ എന്ന് യൂസാൻഷി. യുഹാവയ്ക്ക് എന്തൊക്കെയോ പ്ലാനുണ്ട്. അവരുടെ മാച്ച് പിന്നെ കാണിക്കുന്ന ശൗശ അവളെ ഡിഫൻസ് വെച്ച് തോൽപ്പിക്കുകയാണ്. അവളുടെ ഫൈറ്റിംഗ് സ്റ്റൈല് വയലന്റ് ആയതുപോലെ ഉണ്ടല്ലോ എന്ന് യുഹാവ ചോദിക്കുമ്പോൾ വാങ്ഡോഗതിന് അവളുടെ ആരുടെ ഡിസിപ്ലിൻ ആണ് എന്നത് ഓർക്കണം. ശുവാന്റെ ആണല്ലോ. അതിനുശേഷം അടുത്ത ആൾ വന്ന് അവള് റെഡിയായി. അവൻ വന്ന ഉടനെ ഒരു സോൾ ടൂൾ അത് യൂസ് ചെയ്ത് അവന്റെ പല ഭാഗത്തായിട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ട് അതെല്ലാം കണക്ട് ആക്കിയതുപോലെ ഒരു ചിരിച്ച് അവൻ പെട്ടെന്ന് അവന്റെ മാർഷൽ സോൾ ഫോം എടുക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഷോക്ക്, അവൻ ഒരു സോൾ സൈറ്റ് അല്ലല്ലോ എന്ന് അതിശയ. അപ്പോഴാണ് യുഹോവ, അല്ല അത് അവന്റെ ദേഹത്തുള്ള സോൾ ടൂളിന്റെ പവറാണ്, അത് റിയോ എംപയർ ആകണം കൊടുത്തിട്ടുണ്ടാകുക. അവർക്ക് മാത്രമേ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോൾ ടൂള്, ആ സോൾ ഗൈഡിങ് ടൂൾ ഉണ്ടാക്കാൻ കഴിയൂ. അവന്റെ മാർഷൽ സോൾ ഹനാക്കൊണ്ടാണ്, അത് എക്സ്ട്രീം വയലന്റ് ആയതാണ്. എന്നാൽ ശൗശവ് അവളുടെ മാർഷൽസുകളായ ഫർണൈസ് അത് യൂസ് ചെയ്ത് അറ്റാക്ക് തുടങ്ങി. ഒരു സ്കില്ല അതിൽ എഫക്റ്റിൽ അവരെ കിട്ടി 30% സോൾ പവർ സപ്രസ് ആക്കി കളഞ്ഞു. അത് 3 സെക്കൻഡ് മാത്രമേ ഉണ്ടാകൂ. ഈ സപ്രസ് ആകുന്ന ടൈമിൽ അവനെ വീഴ്ത്താൻ കഴിയും. യുഹാബ തുടക്കം തന്നെ ഒരു പ്ലാൻ പോലെ പോട്ടെ എന്ന് പറഞ്ഞിരുന്നു. അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൾ അടുത്തത് ഒരു സ്കില്ല് കൂടി യൂസ് ചെയ്ത് സൈഡാക്കി. അവന്റെ കിളി പോയി. എന്നാൽ അപ്പോഴേക്കും 3 സെക്കൻഡ് കഴിഞ്ഞു. പിന്നെ വരാൻ ഒരുക്കുമ്പോൾ ഗീവപ്പ് ചെയ്തേ. അവനും മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല. യുഹാബ് ടീം ഇൻഡിവിജ്വൽ മാച്ച് തന്നെ ഗീവപ്പ് ചെയ്തു. ഇനി ടീം ബാറ്റിൽ വരാൻ പറയുകയാണ്. അത് കേട്ട് ചെങ്ലിക്കും മനസ്സിലായില്ല.
ടാങ്ക് സെറ്റിന് വേണമെങ്കിൽ അവരെ തോപ്പിക്കുക എന്നാൽ ഗേവ് അപ്പ് ചെയ്തു. അത് ആരും ഒരു പരിക്കും പറ്റാതെ തന്നെ. ഓപ്പോസിറ്റ് ആകട്ടെ ഇഞ്ചേർഡ് ആയി സോൾ പവർ കുറഞ്ഞവരുണ്ട്. ഇതാണ് അവരുടെ പ്ലാന്. മെങ് അപ്പോൾ ഇൻഡിവിജ്വലിൽ അവർക്ക് 4 ജയിച്ചാൽ 7 പോയിന്റ്. മിങ് അതുകൊണ്ട് തന്നെ ജയിച്ചു. ഇനി ടീം ബാറ്റിൽ ടാങ്ക് സെറ്റ് ജയിച്ചാൽ 5 പോയിന്റ്. ടോട്ടൽ 9-7 ജയിക്കാൻ പോകുന്നത്. ഇതുകൂടിയായിരുന്നു അവരുടെ പ്ലാൻ. ചിങ്ലി മെങ്ങിനോട് നിങ്ങളുടെ മിങ്ങു സെറ്റ് ജയിക്കുമെന്ന് കോൺഫിഡൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ടീം ബാറ്റിലാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരാൻ പോകുന്നത്. റെഡിയായി മാച്ച് തുടങ്ങി. യുഹാവ എല്ലാവർക്കും എൻ്റെ ഡിറ്റക്ഷൻ കൊടുത്തു. അവരുടെ ഫൈറ്റ് പോകുന്നു. വാങ്ടോങ് ഓപ്പോസിറ്റ് ലീഡറിനെ നേരിടുകയാണ്. ആ പെണ്ണിന് അവരുടെ ടീമിൻ്റെ അറ്റാക്ക് അതല്ലാതെ അവർ അറ്റാക്ക് ചെയ്യാൻ ടാങ്സെറ്റ് നോക്കുമ്പോൾ അതെല്ലാം എതിർക്കുകയാണ്. അവള് ഒറ്റയ്ക്കാണ്. ഒരാളെ എതിർക്കുമ്പോൾ അടുത്ത ആൾ അങ്ങനെ പോകുന്നു. വാങ്ടോങ്ങിന്റെ അറ്റാക്ക് തടയാൻ ഒരു സ്കിൽ യൂസ് ചെയ്യുന്നതാണ്. മ്യൂട്ടേറ്റഡ് ആയ ഒരു ബീസ്റ്റ് അത് തടഞ്ഞു. കൈറ്റുവിന്റെ സോൾ ടൂൾ അറ്റാക്ക് അതും തടയുന്നു. അപ്പോഴാണ് ഒരു ലെവൽ 7 ടൂള് അതെടുത്തു. അതുകൊണ്ട് മെങ്ങ് ഞെട്ടിപ്പോയി. കാരണം അതൊരു ഐ ഓഫ് ഫിയർ എന്നൊരു ടൂളാണ്. സോൾ ടൂള് ഓരോ 10 സെക്കൻഡ് ഫയർ ബീം വിടും. 100 മീറ്റർ ചുറ്റുമുള്ള ആർക്കും എളുപ്പം മാറാൻ ടൈം കിട്ടില്ല. അതേപോലെ തന്നെ പോകുന്നു. ഇത് അവ ഉണ്ടാക്കിയതിലാണ് അതിശയം. അതുപോലെ ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പ്ലോഷൻ പേഴ്സിങ് അല്ലെങ്കിൽ തുളച്ച് കയറുന്നതാണ്. കയറി പോകുന്നതുപോലെ. അതുപോലെ ബേണിങ് അങ്ങനെ സോൾ സെയിന്റിന് പോലും കഴിയില്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. അവ ഐ ഓഫ് ഫിയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവന്റെ ടാലന്റ് യുഹാവനൊക്കെ മുകളിലാണ് എന്ന് മെങ്ങ്. ഷൂട്ട് ചെയ്യാനാണെങ്കിൽ കായ്ട്ടൂനെ കണ്ട് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നുമല്ലോ, കസിൻ ആണല്ലോ. അതേസമയത്ത് അവരുടെ ഫൈറ്റ് പിന്നെയും പോകുന്നുണ്ട്. അങ്ങനെ വാങ്ടോങ്ങിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ബാക്കിയുള്ളവരുണ്ടല്ലോ, യൂസാൻഷി ഞാനെ ഹെൽപ്പ് ചെയ്ത് അവന് നേരെ സ്നേക്ക് വന്ന് വാങ്ടോങ് തടഞ്ഞു. പിന്നെ നോക്കി എന്നാൽ പറ്റില്ല. അപ്പോഴേക്കും എതിർത്തു. എന്നാൽ യുഹാവോ ഒരു സ്കിൽ യൂസ് ചെയ്ത് ശ്രദ്ധ തെറ്റിപ്പിച്ചു. ആ സമയം ഷൗ സ്നേക്കിനെ തടഞ്ഞു. കായിട്ടു ടാർഗറ്റ് ചെയ്യാൻ നോക്കി. അവനെ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയത് വാങ്ടോങ് പിന്നെ പ്രഷർ യൂസ് ചെയ്ത് ഇത് പിന്നെയാ എന്ന് പറയുമ്പോൾ കൈറ്റുവിന്റെ അറ്റാക്ക് അവന്റെ അടുത്ത് വന്നു. അതിനുമ്പേ ചെങ്ങ് തടഞ്ഞു. അവൻ പുറത്തായി. ഞാനേ അറ്റാക്ക് ചെയ്യാൻ വന്നത് യൂസാൻഷി കടന്നു. ആ സ്നേക്ക് പോലെയുള്ള അതിനെ എതിർക്കാൻ ഷൗ വന്നു. മറ്റേ ബ്ലേഡ് യൂസ് ചെയ്യുന്ന പെണ്ണ് അത് വന്നപ്പോൾ ഞാനാ വന്ന അറ്റാക്ക് ആ ബ്ലേഡ് യൂസ് ചെയ്ത് ആ സ്നേക്കിനെ പറ്റി. ആ ടൈം ഷൗ അവളെ തെറിപ്പിച്ചു. ടാങ്ക് സെറ്റ് ഒരു ഫോർമേഷനിൽ തന്നെയാണ് കളിക്കുന്നത് അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്നത് എന്നത് മനസ്സിലായി. യുഹാവയാണ് ഇതിന് കാരണം എന്ന് മനസ്സിലായില്ല. പെണ്ണ് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റായ ടൈമിൽ ചെയ്യാൻ നോക്കിയിരുന്ന ഇത് യുഹാവന്റെ പ്ലാനായിരുന്നു. ഇതാണ് കറക്റ്റ് ടൈം എന്ന് പറഞ്ഞു യുഹാവ എല്ലാവരും പിന്നെയും എന്തോ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. യുഹാവ ഐസംബർ സ്പാം അതുപോലെ കായുട്ടുവിന്റെ സോൾ ടൂൾ അറ്റാക്ക് യൂസാൻഷിയുടെ ഡിഫൻസ് ഞാൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. എന്നിട്ട് പല സ്ഥലത്ത് അവൾക്ക് മനസ്സിലായില്ല. എന്ന് അപ്പോഴാണ് യൂസാൻഷി സ്വൈപ്പ് ടെക്നിക്ക് യൂസ് ചെയ്ത് സെന്ററാക്കി കളഞ്ഞ് ജംഗ്ഷൻ വരെ കണ്ട് ഷോക്കായി വീഴുന്നു. എല്ലാം കൂടി ഇടിച്ച് അതിൽ നിലയ്ക്ക് ഞാൻ ഒരുത്തി അടിച്ചിട്ട് കൂടെ യൂസാൻഷിയും ചേർന്ന്. എന്നാൽ അപ്പോഴാണ് അവളെ മാർഷൽ സോൾ ഫോം എടുത്ത് നിൽക്കുന്നത്. അത് മറ്റേ സ്നേക്ക് അയാവോ യൂസ് ചെയ്തതുപോലെ സോൾ ടൂളാണ്. അവരുടെ ആ എല്ലാ അറ്റാക്കും അവളെ ബ്ലോക്ക് ചെയ്തു. അവളുടെ ലെവൽ 7 മാർഷൽ സോൾ ആ സ്കില്ല് ആ ടൂളിന്റെ സ്കില്ലാണത്. അത് വളരെയധികം സ്ട്രോങ് തന്നെയാണ്. അവൾ പിന്നെ എന്തോ ഒരു സ്കിൽ യൂസ് ചെയ്ത് അതെല്ലാം ബ്രേക്കാക്കി അടുത്തൊരു അറ്റാക്കിനായിട്ട് നിൽക്കണം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.